നമസ്കാരം, ഞാൻ മൃണാൾ. അതിരാത്രി, സോറി, ലേറ്റ് ആയിട്ടുള്ള രാത്രിക്ക് അതിരാത്രി എന്ന് പറയാൻ പറ്റില്ല. അല്ലെ, നേരത്തെയുള്ള മോർണിംഗിന് അതിരാവിലെ എന്ന് പറയാൻ പറ്റുമെങ്കിൽ സന്ധ്യക്കല്ലേ അപ്പോൾ അതിരാത്രി എന്ന് പറയാം. എന്തെങ്കിലും ആവട്ടെ, രാത്രി പൊറോട്ടയും ബീഫും കിട്ടാൻ വേണ്ടി അലഞ്ഞ് അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ലേറ്റ് നൈറ്റ്. നല്ല പൊറോട്ട ഉണ്ടോ? വേണോ പറഞ്ഞാൽ മേടിച്ചോ? അവസാനം പുട്ട് മാത്രമേ കിട്ടുള്ളൂ പറയാൻ നിൽക്കുക. ശരിയാട്ടോ, പഴയ കാലം. നിങ്ങൾ എപ്പോഴും ഇവിടെ ആദ്യം വന്നു പറഞ്ഞാൽ 2007, അതായത് 15 അല്ല 18 കൊല്ലം മുമ്പ്. 18 വർഷം അന്ന് നാടൻ കട പോലെ തോന്നി. ഇങ്ങനത്തെ റിച്ച്നെസ് ഇല്ലാണ് സാധാരണ കട. ടൈലൊന്നുമില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അന്നും പേര് തന്നെ സൂര്യ ഹോട്ടൽ. വെറുതെ കിട്ടുന്ന നല്ല ടേസ്റ്റ്. വെറുതെ കിട്ടുന്ന ഗ്രേവി ഇത്രയും ടേസ്റ്റിൽ എറണാകുളത്ത് എവിടെയും ഇതിനു മെനു കിട്ടിയിട്ടില്ല. ഗ്രേവി ഫ്രീ അല്ലേ? ഫ്രീ. പിന്നെ അതുപോലെ 3 പൊറോട്ടയാണ് ഇവിടെ തരുന്നത്. സാധാരണ എറണാകുളത്ത് ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും 2 പൊറോട്ട ആദ്യം തരാം. ഈ ഇയാൾ പറഞ്ഞത് പണ്ട് കാലത്തെ സംഭവം എന്നാണ്. 2007-09 അതിനിടയിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ലേശം തക്കും. വെറുതെ കിട്ടുന്ന ഗ്രേവിക്ക് ഇത്രയും ടേസ്റ്റ് എറണാകുളത്ത് എപ്പോഴത്തേക്കെ പോയി ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും നല്ല ഗ്രേവിയാണെന്നോ ഒന്നും ഒരവകാശമൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാളും നല്ലത് കിട്ടുമായിരിക്കും. പക്ഷെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, ഈ പീടി ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് അല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ഒന്നും ആരുമില്ല. ട്രെൻഡിങ്ങിലാണല്ലോ ഇപ്പോഴത്തെ ജീവിതം. അതിനകത്ത് ഉള്ളിയും വെളുത്തുള്ളിയും പൊറോട്ട ചുറ്റി ഇതിൽ മായം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളി ഇരുന്നോട്ടെ. ഇത് ആക്ച്വലി ഭയങ്കര എൻജോയബിൾ ആവുന്നത്. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഇതിനകത്ത് കയറുന്നത്. നിങ്ങൾ തന്നെ എന്താ പറഞ്ഞത്? പണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്താന്ന് ഒരു പിടിയില്ല അല്ലേ? വേറെ ഒരു ഗതിയില്ല, വേറെ എവിടെയും പൊറോട്ട കിട്ടാനില്ല, വേറെ എവിടെയും ബീഫും കിട്ടാനില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് അല്ലേ? നമ്മളെവിടെയൊക്കെ പോയി കിലോമീറ്റേഴ്സ് നമ്മൾ ഡ്രൈവ് ചെയ്തു. ഭയങ്കര സർപ്രൈസ് ആയല്ലേ? വിനോദിനെ പോലെയുള്ള കുറേ ഫുഡി ഫ്രണ്ട്സ് എനിക്കുണ്ട്. ആക്ച്വലി എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സും ഫുഡീസാണ്. അല്ലാത്ത എവിടെയും ഒരു മേഖലയിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കിട്ടുമ്പോൾ നമ്മളെന്തിനു വേണ്ടാകുന്നത് അല്ലേ? എൻ്റെ സിറ്റിയിൽ വേറെ എവിടുന്നോ വന്നിട്ട് പറഞ്ഞുതരാ. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 15-18 കൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് വന്നിട്ട് ആ സ്പൂണൊന്ന് മാറ്റുമോ? നല്ല ഫുഡിൽ സ്പൂൺ ഇടാൻ പാടില്ല, കൈ മാത്രമേ ഇടാൻ പാടുള്ളൂ. 15-18 കൊല്ലം മുമ്പ് വന്നിട്ട് ഒരു സ്ഥലം ഓർത്ത് വെക്കുക. അതിനുശേഷം വന്നിട്ടുണ്ടോ? അതിനുശേഷം വന്നിട്ടുമില്ല. ഗ്ലാസ്സൊക്കെ നമ്മളെ പഴയ ഗ്ലാസ്സല്ലേ? ഒന്നെടുത്തോട്ടെ.